ഇന്നെൻ്റെ മോൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. ഇന്നല്ല, ശരിക്കും ഫെബ്രുവരി 28 ഞാൻ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയതാണ്. രാവിലെ പൂരിയും കിഴങ്ങുകറിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കൊരു ചെറിയ സദ്യയും ഉച്ച കഴിഞ്ഞിട്ടൊരു പായസവും വെക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. ഹസ്ബൻഡ് ഓഫീസിൽ പോകുന്നെന്ന് പറഞ്ഞതുകൊണ്ട് തോരനും കൊണ്ടുപോകാനുള്ള കറികളും ഒക്കെ രാവിലെ തന്നെ റെഡിയാക്കിയിരുന്നു കേട്ടോ. അപ്പോഴാണ് സ്കൂളിൽ പോകാനൊക്കെ പിള്ളേർ മടിച്ചിട്ട് വയറുവേദന എന്ന് പറയുന്നത് പോലെ ഇന്ന് പോകുന്നില്ല, എന്തോ ഒരു വയ്യാഴിക എന്ന് പറഞ്ഞത്. പിന്നെ ദാ സാമ്പാറും അവിയലും കൂടെ ആക്കണമായിരുന്നു. സാമ്പാർ റെഡിയായി കഴിഞ്ഞു. ഇനി അവിയലാണ് വെക്കുന്നത്. ചേന ആദ്യം തന്നെ ഒന്ന് എണ്ണയിലിട്ട് വഴറ്റി മൂടി ഒരിത്തിരി വേവിച്ചതിന് ശേഷമാണ് ബാക്കി വെജിറ്റബിൾസും അരപ്പും തക്കാളിപ്പഴവും എല്ലാം കൂടെ ചേർത്ത് മൂടി വെച്ച് വേവിക്കും, അധികം വെള്ളം ഒഴിക്കാതെ. പിന്നെ പെട്ടെന്ന് ഉച്ച കഴിഞ്ഞ് വേറൊരിടത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അതുകൊണ്ട് പിന്നെ പായസമൊന്നും വെക്കുന്നില്ല എന്ന് കരുതി. ഇപ്പോൾ ഇതാ കറിയെല്ലാം റെഡിയായി. ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. എവിടെ പോകണമെന്ന് പറഞ്ഞാൽ നമുക്കാണല്ലോ പാട്. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വേണ്ടേ പോവാൻ. അപ്പോൾ ഇതാ സാമ്പാർ, അവിയൽ, തോരൻ, പച്ചടി, പപ്പടം ഇത്രയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് ഇനി ഡ്രസ്സുകളെല്ലാം ഒന്ന് അടുക്കി വെക്കണം, പിള്ളേരെ കുളിപ്പിക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ ഊണ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഞങ്ങളൊരു 10 കൊല്ലം മുന്നേ സ്വപ്നം കണ്ട് പണിത ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ സ്വന്തമായിട്ടൊരു വീട്. അങ്ങനെ പണിത വീടാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ അവിടെ അല്ല താമസിക്കുന്നത്, വേറൊരിടത്താണ്, ചില കാരണങ്ങളൊക്കെ കൊണ്ട്. ഞാൻ പിന്നെ അകത്തുനിന്ന് വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഇവിടുന്ന് നേരെ നമുക്ക് പപ്പയുടെ അമ്മയുടെ അടുത്തേക്ക് പോവാം.